ഡൽഹി നഗരത്തിലൂടെ നടന്നിട്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഡൽഹിയിലെ നമ്മളെ മെയിൻ ന്യൂഡൽഹി ഏരിയയിലാണ്. നമ്മൾ കുറച്ച് സൗത്തിലോട്ടാണ്. അപ്പോൾ നമുക്ക് എവിടെയാണ് പോകുന്നത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാം, നോക്കാം. അപ്പോൾ നമ്മളൊരു ഗേറ്റ് തപ്പി നടക്കുവാണ്. ഗേറ്റ് നമ്പർ 13. നമുക്ക് പോകേണ്ട സ്ഥലത്തിൻ്റെ എൻട്രൻസ് ഗേറ്റ് നമ്പർ 13 അപ്പോൾ നമ്മൾ കുറച്ച് തള്ളുണ്ട്. ചില സ്ഥലത്ത് ഡൽഹിയിലെ ചില സ്ഥലത്ത് കുറച്ച് തണലെല്ലാം കിട്ടും, എല്ലാ സ്ഥലത്തും തണലില്ല. അപ്പോൾ നമ്മൾ ആ ഗേറ്റ് തപ്പി നടക്കുമെന്ന്. ആ ഗേറ്റ് കിട്ടിയിട്ട് നമുക്ക് ഉള്ളിൽ കയറണം. തണലുണ്ടെന്നുണ്ട് കാര്യമില്ല, തണലടിങ്ങ് കാണാം. വേസ്റ്റ് ഇന്ന് നല്ല സ്ഥലമാണെന്ന് നോക്കിയേ. ആടെല്ലാം വേസ്റ്റ് ഇട്ട് നശിപ്പിച്ചിട്ടല്ലേ. ഈ നടക്കേണ്ട വഴിയായത്. ഈ നടക്കേണ്ട വഴിയെല്ലാം ഫുള്ള് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇട്ട് ഇതെല്ലാം വൃത്തിക്ക് സൂക്ഷിച്ചിട്ട് എന്തുണ്ട്, നല്ല രസം ഉണ്ടാവില്ലേ. അപ്പം നടന്ന് നമ്മൾ അന്വേഷിച്ച ഗേറ്റിലേക്ക് എത്തി. ഗേറ്റ് നമ്പർ 13 എൻട്രി ഇതാണ്. ഗേറ്റ് നമ്പർ 13. അപ്പോൾ നമ്മൾ ഇതിലേക്കാണ് വന്നത്. അപ്പോൾ ഇതാണ് കാരിഗർ ബസാർ ഡൽഹി എഡിഷൻ. ഇത് കാണാനുള്ള പരിപാടിയാണ് ഇന്ന്. അപ്പോൾ നമ്മളുള്ളതിപ്പോൾ കാരിഗർ ബസാർ ഡൽഹിൻ്റെ എൻട്രൻസിലാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഗേറ്റ് കയറി. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ലെന്നുണ്ട്. ഔട്ട് സൈഡ് ഫുഡൊന്നും കൊണ്ടുപോകാൻ പാടില്ലെന്നെല്ലാം കാണുന്നുണ്ട്. നമ്മളെ കയ്യിലൊരു വെള്ളത്തിൻ്റെ ബോട്ടിലുണ്ട്. നോക്കാം. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടർ എവിടെയാണെന്ന് നോക്കട്ടെ ആദ്യം. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഉള്ളിലേക്ക് എൻട്രി. ഗേറ്റ് കയറിയപ്പോൾ നമ്മളെ വെൽക്കം ചെയ്തത് കണ്ടോ, അടിപൊളി. നമ്മളെ കേരളത്തിൻ്റെ ഫോട്ടോയെല്ലാം വെച്ചിട്ട് അടിപൊളിയാണ്. ഇത് സൂപ്പറാണ്. എന്തായാലും ഡൽഹിയിൽ നമ്മൾ ഈ ഒരു ഫോട്ടോയെല്ലാം കാണുമ്പോൾ ഒരു സന്തോഷമാണ്. എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. എല്ലാ നാടിൻ്റെയും സംഭവങ്ങളുണ്ട്. ഒന്ന് കയറി നോക്കാം. അപ്പോൾ നമുക്ക് കാരിഗർ ബസാറിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Welcome to the world of Puli Inji, Kupai, Samvika Sridivya. Welcome to the world of Puli Inji, Kupai, Samvika Sridivya, Kupai, Samvika Sridivya. ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡൽഹി ജയലൻ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാർച്ച് 1 അവസാനിക്കാൻ പോകുന്ന കാരിഗർ ബസാറാണ്. അപ്പോൾ നമുക്ക് കാരിഗർ ബസാറിലെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. വാ പോവാല. അപ്പോൾ ഇതേ കാരിഗർ ബസാറിൽ പോലുള്ള പല മേള, സ്റ്റോള് പരിപാടി ഒരുവിധം നമ്മുടെ ഡൽഹിയിലെ മിക്ക സ്ഥലങ്ങളും ഓരോരോ ടൈമിൽ ഉണ്ടാവാറ്. അപ്പോൾ നമ്മളെ കഥകളി അടിപൊളിയാണല്ലോ. ആ കടക്കാരൻ അവിടെ നിന്ന് എന്തെല്ലോ കഥ പറയുന്നുണ്ട്. ഒന്നും മനസ്സിലായിട്ടില്ല. പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അത് വിട്ട് അടുത്ത സ്റ്റോളിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ എൻട്രി കുട്ടികൾക്കുള്ളതല്ല. നമുക്ക് തെറ്റുപറ്റി. ഇതിനുള്ളിൽ വലിയക്ക് മാത്രം എൻട്രി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കുട്ടി ഇവിടെ കിടന്ന് കരയോന്ന്. നല്ല ബെഞ്ച് കസേര അടിപൊളിയാക്കിയിട്ടുണ്ട്. എന്തെല്ലോ സ്റ്റാൾ ഇവിടെ കാണുന്നുണ്ട്.
കുറേ സ്റ്റാള്. ഇത് രാജസ്ഥാൻ്റെ ആണെന്ന് തോന്നുന്നു. അതെ, അതെ സിനിമ. ആ അച്ഛൻ്റെ അമ്മയിലല്ലേ അത് സാധനം അല്ലേ? ആ അത് വീണക്കല്ലേ, തൊട്ട് പോലെ ലൈറ്റ് തൊടണ്ട പൊന്നെ. ഇത് തമിഴ്നാടിൻ്റെ അല്ലേ? പോണ്ടിച്ചേരി, സോറി. നല്ലൊരു കിളിവാതിൽ. ഇത് മറ്റേ മണിച്ചിത്രത്താഴ്. വരുവാനില്ലാരും. ഇപ്പൊ ഇത് തുറന്നിട്ടുണ്ട്, ഉള്ളിൽ നിന്ന് ശോഭന പുറത്തേക്ക് വരും. യാരത് യാരത്? ആ നിന്നെ കാണൂല എൻ്റെ അകത്തുനിന്ന്. നീംബുഡ്. വുഡ് ആൻഡ് മെറ്റൽ. ഇവരിപ്പം ഇത് നമുക്കൊന്ന് ഇപ്പം അതൊരു എഴുതി തരും തോന്നട്ടാ. ടാറ്റു അല്ലടാ, ആ ടാറ്റു അല്ല അത്. ഇത് അവരാക്കി തരും നമ്മളെ പേരിൽ. ഇത് ജയ്പൂറിൻ്റെ ആണ്. മണി മണി. ഇത് നമുക്ക് ജൻപത്തില് വീട്ടിൽ കൊളുത്തുന്നല്ലേ. ഇതിനെ നല്ല പൈസ ആയിരിക്കടാ. ബ്രാസ് ഐറ്റംസ്. ഇതിന്റെ പൈസ ചോദിക്കണ്ട, നല്ല പൈസ ഉണ്ടാവും. ഇത് ആരതാ? ഉത്തർപ്രദേശിന്റെ ആണ്. അബീർ ക്രാഫ്റ്റ് ക്രിയേഷൻ. ഇത് ഡോറിന്റെ ഹാൻഡിൽ. VFX ഓടി ഓടിച്ചു. ആ ഊതറാ, ഊത് ഊത്, ഒച്ച വരും. അടിപൊളിയാന്നല്ലോ. ആക്കി എവിടേക്ക്? നല്ല അടിപൊളി ഇസ്തിരിപ്പെട്ടി. പണ്ടത്തെ ഇസ്തിരിപ്പെട്ടി. മിക്സി വർക്ക് ചെയ്യോ? സമ്മന്തിയെല്ലാം ഉണ്ടാക്കാൻ ഇതെല്ലാം മതി. ഫാൻ ഉണ്ട്, ഇസ്തിരിപ്പെട്ടി ഉണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്, സ്കൂട്ടർ ഉണ്ട്. അത് ഓട്ടോറിക്ഷ. കിടക്കുന്ന കട്ടിൽ കണ്ട. ഇതൊരു ഡോറിന് ഫിറ്റ് ചെയ്യുന്ന സാധനം. ഇതിന് 4000 രൂപയെന്ന് അവർ പറഞ്ഞത്. കാസിമിന്റെ ചെരുപ്പ. ഡൈനിങ് ടേബിളാ. ട്രിങ് ട്രിങ്. ഹലോ ഹലോ മൈ ഡിയർ, റോങ് നമ്പർ. ഹലോ. അടക്ക കട്ട് ചെയ്യുന്ന സാധനം. നമ്മളെ പണ്ട് അച്ചാച്ചനെല്ലാം ഇരുന്ന് കട്ട് ചെയ്യുന്ന കണ്ടു ഈ സാധനം. പിന്നെ ഇത് കണ്ടിട്ടില്ല. അടിപൊളി അടക്ക കട്ടിങ് മെഷീൻ. വീണ്ടും വീണ്ടും ബ്രാസ്. അമ്പാ മോനെ, നമ്മൾ ഹരിദ്വാർ ഋഷികേശ് പോയ സമയത്തും കണ്ട സാധനങ്ങൾ തന്നെ. ഷാട പൈസ കുറവാണ്, ഇവിടെ പൈസ കൂടുതലായിരിക്കും. ഇതെനിക്കൊന്ന് നെയിം ഓഫ് ബ്രാസ് ഇൻ അതർ ലാംഗ്വേജസ്. മലയാളത്തിൽ എന്തേ ബ്രാസിന് മലയാളം ഇല്ലാടാ. കന്നഡയും തമിഴും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിത്തള തന്നെയാന്നല്ലേ മലയാളത്തിൽ? പിച്ചള. ഇതാ സാധനം.
ഇതൊക്കെ കല്യാണക്കത്ത അല്ല ഈ പുസ്തക അല്ല അല്ല ഇതൊക്കെ ഇത് ചെയ്യുന്നതട്ടാ ക്രാഫ്റ്റ് ക്രാഫ്റ്റ് ഇത് വേറെ വീഡിയോയില് നമുക്കിത് യൂസ് ചെയ്യാം. വേറെ വീഡിയോ ആയിരത്തി കുറഞ്ഞൊരു കളിയില്ല. ഇത് നമ്മളെ മെഹന്തിയെല്ലാം ഇടുന്ന പോലത്തെ സാധനല്ലേ അല്ലേ? ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നിട്ടാ അതിന്റെ കിറ്റാണ് അവർ തരുന്നത്. അതൊരു അടിപൊളി. ഇതൊരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഷോപ്പാണ്, കുഴപ്പമില്ല. ചെരുപ്പ് ഇത് മറ്റേ ഇതാണ് കൊലാപൂരി അല്ല ബേൽപൂരി അല്ല അല്ല അല്ലടാ. ഇവിടെ കളിക്കുന്ന ലൂഡോ ലൂഡോ ഇതെന്താ ഇത് മറ്റേ പശ്മീന നമ്മുടെ ഇവിടെ കാണുന്ന സാധനങ്ങൾ എന്താ പറയാ, ദില്ലി ഹാട്ട് അല്ലേ? ദില്ലി ഹാട്ട്. രാജസ്ഥാൻ. നാരങ്ങ ഇല്ല ഇവിടെ. കിവി സോഡ, ക്രാൻബെറി സോഡ, ആംപന്ന. ഇങ്ങോട്ട് തുണികളാണ്. നമ്മളെ ദില്ലി ഹാട്ട് INA പോയി കഴിഞ്ഞാലുള്ള സെയിം പരിപാടി. നമ്മളെ ഇവിടെ മൊത്തം തുണികളാന്നല്ലടാ. ആദ്യത്തെ തിന്നേണ്ട സാധനം കാണുന്നുണ്ട്. മിച്ചർ, നംകീൻ. ചാട്ട് ഇഷ്ടല്ല. ഇത് നമ്മളെ ശർമ്മ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെ അല്ലേ? कोई बात नहीं, खा के देख लो. ഇത് ഓരോന്നേരം തിന്നു നോക്കാം. ടേസ്റ്റാ. എല്ലാം കുറച്ച് കുറച്ച് തന്നെ വയറ് കറിയും. ഫുള്ള് കുറച്ച് കുറച്ച് കഴിച്ചിട്ട് കേരളത്തിന്റെ സ്റ്റോള് തപ്പി തപ്പി തപ്പി. പക്ഷേ ഇത് കേരളത്തിന്റെ സ്റ്റോൾ അല്ല. ദൂരത്തുനിന്ന് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയെങ്കിലും എടാ ചന്ദനത്തിലടി നല്ല മണം. നമ്മൾ നല്ലൊരു മണം കണ്ടിട്ട് നോക്കിയതാ. നമുക്ക് അടിപൊളി ഫുള്ള് ചന്ദനത്തിരീൻ്റെ സംഭവം. ഇതൊരു ഇതല്ലേ അത്തറല്ലേ? टेस्ट ऐसे नहीं. हाँ प्रॉपर्ली रोज लिखता है. ये रोज है. दूसरा देखिए ट्यूलिप. कश्मीर के जो फ्लावर्स होते हैं ना पचनार वाले, उस तरीके का. സ്നാക്സിന്റെ ഡൽഹി. പക്ഷെ ഇത് ഡൽഹിന്റെ ഇതാ.
വിശാലമായ ഈ ഗ്രൗണ്ടിൽ എന്തെല്ലോ ഉണ്ട്. നമുക്ക് ഗെയിം കളിക്കാം, റിങ് എറിഞ്ഞ് കളിക്കാം. അപ്പൊ നമുക്ക് റിങ് എറിഞ്ഞ് നോക്കാമല്ലോ അല്ലേ സാനു? आराम से डाल, आराम से डाल, आराम से. 100 रुपए के 8. अंधेरा है पूरा. ഒരു അടിപൊളി സാധനം കണ്ടു. നമ്മുടെ ഇത് വെങ്കടേശ്വര ഫുള്ള് ഇത് തന്നെ കേട്ടോ. ഇത് മൊത്തം മരത്തിനെ കൊണ്ട് ഉണ്ടാക്കിയതാ ഇതെല്ലാം. നല്ല വലിപ്പമുണ്ട് കേട്ടാ, നല്ല വലിപ്പമുണ്ട്. ഗണേശനും എല്ലാം ഉണ്ട്. അടിപൊളി, എല്ലാം നല്ല വലിപ്പമുണ്ട്. നല്ല പണിയെടുക്കുന്നവരെന്തായാലും. നല്ല വലിപ്പമുണ്ടല്ലേ, അടിപൊളി അല്ലേ? നടന്ന് ഫുഡ് സ്റ്റാളിലെത്തി. കാരിഗർ ബസാറിലെ ഫുഡ് സ്റ്റാളാണ് ഈ കാണുന്നത്. തേച്ചും ഈയിടം തൊട്ട് വലിയ ഇതൊന്നുമില്ല. നമ്മൾ പണ്ട് ഇന്ത്യ ഗേറ്റിൽ ഇതേപോലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മുടെ കാലാക്കട്ട അത് തുടങ്ങി, പിന്നെ സേവ് പൂരി, വടാപ്പാവ്, അങ്ങനത്തെ പരിപാടി. പിന്നെ ഇത് ജ്യൂസ്, കുൽഫി, ഫുഡ് സ്റ്റാൾ, പപ്പടം, സമൂസ ചാട്ട്, ആലു ചാട്ട്, ഇഡ്ലി സാമ്പാർ ഇവിടെ കച്ചോടി. ഈ ഒരു കാരിഗർ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഇറങ്ങുകയാണ്, പുറത്തിറങ്ങാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്നാ ശരി, നമുക്ക് കാണാം. ഓക്കെ, സീ യു.